പാൻഡമിക് കാലത്തിന് ശേഷം കുട്ടികളുടെ മാനസികാരോഗ്യത്തിൽ സാരമായ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ വീക്ക് സ്റ്റുഡൻസിൽ. പഠനത്തിൽ പിന്നിലേക്ക് പോകുന്ന കുട്ടികളെ മറ്റു കുട്ടികളോടൊപ്പം എത്തിക്കണമെങ്കിൽ നമുക്കൊരു ഓൺലൈൻ പരിശീലനം കൂടി കൊടുക്കേണ്ടി വരും. മാഡം, നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ജയശ്രീ ടീച്ചർ അതിന് ബെസ്റ്റാ. അതെ, ജയശ്രീക്ക് പറ്റും. പത്തിരുപത്തഞ്ച് അധ്യാപകരുള്ള ഈ സ്കൂളിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു ടീച്ചറേ ഉള്ളൂ അല്ലേ? കൊള്ളാം. സ്വന്തം ചുമതല മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് വലിയ മിടുക്കാണെന്നൊന്നും ആരും കരുതണ്ട. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്നവരാണ് ജീവിതത്തിൽ റോൾ മോഡലുകളായി മാറുന്നത്. ജയശ്രീ, യു ക്യാൻ ഡു വൺ ദിസ്. തൽക്കാലം വീക്ക് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഓൺലൈൻ ക്ലാസ് ജയശ്രീ ടീച്ചർ എടുക്കട്ടെ. പിന്നെ ക്രിസ്മസ് ആഘോഷം. 10:30 സൈബർ ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് മാം. പ്രിയ അധ്യാപകരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് ആരംഭിക്കുകയാണ്. ആക്ച്വലി ഈ ക്ലാസ്സിൽ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. എന്നാൽ രക്ഷിതാക്കളിലൂടെ ഈ വിഷയം കുട്ടികളിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ലാസ് എടുക്കുന്നതിനായി സൈബർ വിദഗ്ധൻ ശ്രീ സാജൻ പീറ്ററിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Well, good morning. Good morning. Good morning. Cyberbullying, blackmailing and stalking. Mobile phones and binary calculating systems. അതായത് ഈ കമ്പ്യൂട്ടർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുമ്പോൾ ഇത്തരം വാക്കുകൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാവുന്നു. ഞാൻ ബാങ്കിൽ കയറട്ടോ, 5ാമത്തെ ചെക്കാണ് നിങ്ങൾ ബൗൺസ് ആക്കിയിട്ടുള്ളത്. ജവാനായിരുന്നു. എങ്ങനെയുണ്ട് പുതിയ ജോലി? കുഴപ്പമില്ല. ടീച്ചർ പറഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ. ഈ ജോലിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് പറഞ്ഞോണ്ട് റെഡിയാക്കാം. ഇവക്ക് ഈ SI ആയിട്ട് എന്നാ കണക്ഷൻ? എന്റെ പൊന്നു ടീച്ചറെ, ഈ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ കിടന്ന് ഉറങ്ങിയുണ്ടല്ലോ, അതെനിക്കുള്ളൊരു വാർണിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നേ. ആണോ? അല്ല, ഞാൻ ഈ വിളമ്പുന്നതേ ഒരു മധുരമിടാ ചായ ആണോ എന്ന് എനിക്കൊരു സംശയം. ആണോ? ടീച്ചറെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ പഠിപ്പിക്കാൻ എളുപ്പമാണ്, പഠിക്കാനാണ് പാട്. അതാണല്ലോ കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ഇനി മേല നിങ്ങൾ ആരും സ്റ്റുഡൻസിന് കുറ്റം പറയാൻ പാടില്ല. കേട്ടല്ലോ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് തൽക്കാലം ഈ ബുള്ളിങ്ങും ഹാക്കിങ്ങും സ്റ്റോക്കിങ്ങും ഒന്ന് മാറ്റിവെച്ച് ഒന്ന് റിഫ്രഷ് ആയാലോ? ടീച്ചറെ, ഇവിടെ ആരും ഒരു നല്ല പെർഫോമർ? എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ്. ടീച്ചർ നന്നായിട്ട് പാടും. ഒന്ന് പാടുന്നേ. ടീച്ചർ ഒന്ന് പാടും പ്ലീസ്. പ്ലീസ്. അപ്പൊ നീ വാശിക്കാണല്ലേ മുല്ലപ്പ് വെച്ചിരിക്കണേ? എനിക്ക് ഈ മുല്ലപ്പും കുന്തൊക്കെ അലർജിയാന്ന് എത്ര വട്ടം പറയണം? കിരിയേട്ടാ,
എനിക്ക് ഈ മദ്യത്തിന്റെയും വെളുത്തുള്ളിയുടെയും കുഴമ്പിന്റെയും മണം ഓടിച്ചാലേ മനം പുരട്ടും. പക്ഷെ അത് ഗിരിയേട്ടന് ഇഷ്ടം. ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ? മുല്ലപ്പൂ കിട്ടുമ്പോ ചൂടുന്നതും ഇത്തിരി ക്യൂട്ടിക്സ് ഇടുന്നതും അതെന്റെ ഒരു സന്തോഷം. സന്തോഷം. ഓ, ഏത് മുറി കയറിയാലും അമ്മയും മോളെ ലൈറ്റ് ഓൺ ആക്കിയിടും. പോയോ പേടി? എനിക്ക് ദേഷ്യം വരുന്നത് ഫ്യൂസ് ഊരിയാക്കി. ഗിരി, വീട്ടിലേക്കാണോ? ഓ, അവിടെ വരെ നടക്കാതെ രക്ഷപ്പെട്ടു. ഈ ആടിപ്പണിയൊക്കെ ഭയങ്കര കഷ്ടപ്പാടാ ഗിരി. രാത്രി ടീച്ചർമാരുടെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് നോക്ക്. എല്ലാം വളരെ വരെ പച്ചപ്പൊട്ടും കുത്തി ഓൺലൈനിലുണ്ട്. ഗിരി ഒരു ഭാഗ്യവാനാ. ജയശ്രീ ടീച്ചറിനെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ. ടീച്ചർക്ക് നാട്ടിലെല്ലാവരോടും എന്നാ അടുപ്പോ. ഇന്ന് SI സാറിനോട് കുറെ നേരം സംസാരിച്ച് നിൽക്കുന്ന കണ്ടായിരുന്നു. എന്നെ ഒന്നും കണ്ടാ സാറ് മൈൻഡേ ചെയ്യത്തില്ല. നേരെ ഒരുപാടായി. എന്നാ പോട്ടെ ഗിരി. ആവശ്യത്തിന് എന്നെ വിളിച്ചു കൊടുത്തില്ല മേഴ്സി. പിന്നെ സമ്മതിക്കണം കേട്ടാ. SI സാറിനോട് കുറെ നേരം സംസാരിച്ച് നിൽക്കുന്ന കണ്ടായിരുന്നു. എന്നെ ഒന്നും കണ്ടാ സാർ മൈൻഡേ ചെയ്യത്തില്ല. ഇതിലുള്ള കളി അധികം വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് എന്തേ മനസ്സിലാവാത്തെ? എനിക്ക് ചെറിയ സ്ക്രീൻ ഇഷ്ടമല്ല. അമ്മ ടാബ് എടുത്തോ. ദിയ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ കണ്ട സോഫ്റ്റ്വെയർ ഒന്നും ഇതിൽ ഡൗൺലോഡ് ചെയ്യില്ലെന്ന്? അതെ, എഴുന്നേറ്റ്, എനിക്ക് മേലിയാണ്. എഴുന്നേക്കാൻ. അച്ഛാ, എന്നെ നാടകം പഠിപ്പിക്കാൻ അക്കാദമിയിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് പാതിരാത്രി നാടകം. പോയി കിടന്ന് ഉറങ്ങ വേണേ.